ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗിവ്സ് എ ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 14th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മ്യങ്ങിൻ്റെയും ഗൂയങ്ങിൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മ്യങ്ങിൻ്റെ അനിയനായിട്ടുള്ള ഊഞ്ഞങ്ങിനെ ഇപ്പോൾ കുറേ പോലീസുകാരൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജയിലിലിരിക്കുന്ന ഊൺമിയോങ്ങിനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഏസനും ഗ്വൻസിക്കും കൂടിയിട്ട് അവനെ വന്ന് കണ്ടിട്ട്, നീ എന്ത് പണിയാണ് കാണിച്ചത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്റെ ആ ഒരു ഫ്രണ്ടിനെ വിശ്വസിക്കരുതെന്നും അവന്റെ ഒപ്പം ഒരു ബിസിനസ്സിനും ഇടപെടാനായിട്ട് പോകരുതെന്നും മുമ്പേ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഇപ്പൊ ഏസൻ അവനോട് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഊൺമിയോങ്ങിനാകട്ടെ തന്റെ ഫ്രണ്ട് അങ്ങനെ അവനെ പറ്റിച്ച് അവനിട്ട് ഒരു എട്ടിന്റെ പണി കൊടുത്ത് മുങ്ങിക്കളയെന്ന് താൻ ഒട്ടും വിചാരിച്ചില്ലെന്ന് ഇപ്പൊ ഊൺമിയോങ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈസനാകട്ടെ പണ്ട് മുതൽ അവന്റെ ആ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ വീട്ടിൽ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്നും അതുകൊണ്ട് തന്നെ മോഷ്ടിക്കുന്ന അവന്റെ ആ ഒരു ക്യാരക്ടർ നല്ലതല്ലെന്നും അതുകൊണ്ടാണ് അവനെ നിന്റെ ഫ്രണ്ടായിട്ട് കൂട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെന്നും ഈ പേസൻ അവനോട് പറയുമ്പോൾ ഇപ്പോഴാണ് ശരിക്കത്തെ കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഉൺമിയോങ് ആകട്ടെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം ഒരു ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പൈസ ലോണൊക്കെ എടുത്തിട്ട് ആ ഒരു ബിസിനസ്സിൽ എങ്ങനെയെങ്കിലും പച്ച പിടിക്കാന്ന് വിചാരിച്ചിരുന്നപ്പോൾ അവന്റെ ആ ഫ്രണ്ട് ആകട്ടെ അവനെയും ചതിച്ച് അവന് കിട്ടിയിട്ടുള്ള എല്ലാ പൈസയും എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇനി അത്രയൊരു പൈസ തിരിച്ചടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഊൺമിയോങ്ങിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഈ കണ്ട പൈസയൊക്കെ ഇനി എവിടെ നിന്ന് പോയി ഉണ്ടാക്കും? എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഓരോ ആപത്തുകളിലൊക്കെ പോയിട്ട് ചാടുന്നതെന്ന് ചോദിച്ച് ഈ പേസൻ അവന് ചീത്ത പറയുമ്പോൾ ഇതിനെല്ലാം കാരണം ഗ്വൻസിക്കാണെന്നും, കാരണം ഗ്വൻസിക്കിന്റെ പോലെ ദാരിദ്ര്യത്തിലുള്ള ഒരു ജീവിതം ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതുപോലെ പെട്ടുപോകുന്നതെന്ന് ഊൺമിയോങ് പറയുന്നുണ്ട്. മാത്രമല്ല അവന്റെ ചെറുപ്പം മുതലേ തന്നെ അവൻ കേട്ട് വളർന്നതാകട്ടെ ഈ ഒരു ദാരിദ്ര്യത്തിന്റെയും പിന്നീട് അതും അല്ലെങ്കിൽ മ്യങ്ങുമായിട്ടുള്ള കമ്പാരിസൺസ് ആയിരുന്നു. മ്യങ്ങാകട്ടെ അവനേക്കാളും എല്ലാ ഫീൽഡിലും മികച്ചു നിന്നതുകൊണ്ട് അവളോട് തന്റെ പാരന്റ്സ് എപ്പോഴും ഒരു ഫേവറിസം കാണിച്ചിരുന്നു, തന്നെ എപ്പോഴും അവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവൻ ഏസന്റെ അടുത്തും ഗ്വൻസിക്കിന്റെ അടുത്തും ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഊൺമിയോങ്ങിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ചെറുപ്പം മുതലേ തന്നെ അറിയാതെ കെയർലെസ് ആയിട്ട് ഏസനും ഗ്വൻസിക്കും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഊൺമിയോങ്ങിന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പണ്ട് ചെറുപ്പത്തിൽ എല്ലാവരും മ്യങ്ങിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് തന്റെ ബർത്ത്ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഉൺമിയോങ് കരയുന്ന സമയത്ത് അവന്റെ മുത്തശ്ശിയാണ് വന്നിട്ട് അതിന് കാരണം അവന്റെ ഏറ്റവും അനിയനായിട്ടുള്ള ഡൊങ് മരിച്ചിട്ട് ആകുകൂടി 3 ദിവസം ആയിട്ടുള്ളൂ എന്നും ഈ ഒരു സമയത്ത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആർക്കും കഴിയില്ലെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുട്ടിയായിട്ടുണ്ടായിരുന്ന ഊൺമിയോങ്ങിന് അനിയൻ മരിച്ചതിന്റെ ആ ഒരു കാര്യം മനസ്സിലാവാതെ തന്റെ പാരന്റ്സ് തന്നെ ഇഗ്നോർ ചെയ്യുന്ന പോലെ അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ എങ്ങനെയൊക്കെ പഠിച്ച് കുറച്ച് മാർക്കുകളൊക്കെ നേടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മ്യങ്ങാകട്ടെ എല്ലാത്തിലും ഫുള്ള് വാങ്ങിച്ചു വരുമ്പോൾ അത് കണ്ട് ഏസിന്റെ മുഖത്തുണ്ടാകുന്ന ചിരിയും തന്റെ പേപ്പർ കാണുമ്പോൾ ഏസന് ഒട്ടും തന്നെ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് ശരിക്കും മനഃപൂർവ്വം ഏസൻ അവരെ രണ്ടുപേരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചെയ്യുന്നതല്ലെങ്കിൽ പോലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ വലുതാവുമ്പോൾ പോലും ഒരുപാട് സാഹചര്യങ്ങൾ മ്യങ്ങുമായിട്ടുള്ള കമ്പാരിസൺ വരുമ്പോൾ അത് കേട്ട് അവൻ വളരെയധികം ബ്രോക്കൺ ആകുന്നുണ്ട്. ഏസനും ഗ്വൻസിക്കും ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിലും ചിലപ്പോൾ ഉൺമിയോങ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് അവർ കരുതി കാണാത്തതുകൊണ്ട് അവർ വളരെ കെയർലെസ് ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ഊണിനെ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ എഫക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഏസനും ഗ്വൻസിക്കും ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് തന്നെ. ആൻഡ് ഈ ഒരു സെയിം റീസൺ കൊണ്ട് തന്നെയാണ് ഊൺമിയോങ് എപ്പോഴും ഇവരുടെ മുമ്പിൽ നന്നായി കാണാനും മ്യങ്ങിനേക്കാളും കൂടുതൽ തന്റെ പാരന്റ്സ് തന്നെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ വഴികളൊക്കെ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ ഈ കാര്യങ്ങളൊക്കെ ഏസന്റെയും ഗ്വൻസിക്കിന്റെയും മുമ്പിൽ വെച്ച് പറയുമ്പോൾ അത് കേട്ട് അവരുടെ രണ്ടുപേരുടെയും നെഞ്ച് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഏസൻ പണ്ട് പേടിച്ചിരുന്ന ഏറ്റവും വലിയൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകാണ് ചെയ്തത്. കാരണം പണ്ട് ഫ്ലാഷ് ബാക്കിൽ വെച്ചിട്ട് അവള് ഇവനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരിക്കലും അവള് ഗ്വൻസിക്കിന്റെ അടുത്ത് വളരെ വെറീഡ് ആയിട്ട് താൻ വലുതാവുമ്പോൾ നല്ലൊരു അമ്മയാവാനായിട്ട് തനിക്ക് സാധിക്കുമെന്നോ, തന്റെ മക്കളെ അറിയാതെയാണെങ്കിലും താൻ എപ്പോഴെങ്കിലും വേദനിപ്പിക്കാനായിട്ട് ഇടയാവുമെന്നോ, ആദ്യമായിട്ട് 18 വയസ്സിലൊക്കെ ഒരു അമ്മയാകുന്ന കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് അവരുടെ മനസ്സ് താൻ കാരണം എങ്ങനെങ്കിലും ഹേർട്ട് ആവുമെന്നൊക്കെ ആലോചിച്ച് അന്ന് അവള് വളരെ വെറീഡായിട്ട് ഗ്വൻസിക്കിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇന്നത്തെയും പോലെ ഗ്വൻസിക്ക് അവളെ സമാധാനിപ്പിച്ച് സംസാരിച്ചിരുന്നെങ്കിലും ഇന്ന് അവരുടെ ആ ഒരു പേടി സ്വപ്നം തന്നെ പൂർത്തിയാകാണ്. കാരണം ഏസൻ പേടിച്ചിരുന്ന പോലെ തന്നെ അവരുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഊൺമിയോങ്ങിന് കുറെ തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ട് അവന്റെ പാരന്റ്സ് കാരണം തന്നെ അവന്റെ ആ ഒരു മനസ്സ് ഇപ്പൊ വേദനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഏസൻ അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാതെ ഗ്വൻസിക്ക് ഊൺമിയോങ്ങിനോടും അവന്റെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞ് അവന് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതേ സമയത്ത് ഊൺമിയോങ്ങിന്റെ ഭാര്യ ഇപ്പൊ അവളുടെ അച്ഛനായിട്ടുള്ള ബൂവിന്റെ അടുത്ത് വന്നിട്ട് അച്ഛന്റെ കയ്യിൽ കുറെ കാശില്ലേ, എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്നും തന്റെ കുട്ടിയുടെ അച്ഛനെ ജയിലിൽ അടച്ചിടാനായിട്ട് സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം മകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ആ ഒരു പൈസ ചെലവാക്കാനായിട്ട് അയാൾ സമ്മതിക്കാത്ത കാരണം വളരെ ദേഷ്യപ്പെട്ട് അവൾ ആ ഒരു വീട്ടിൽ
നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഏസൻ ആകട്ടെ ഉൺമിയോങ്ങിന്റെ ആ ഒരു ഫ്രണ്ടിന്റെ അമ്മേനെയൊക്കെ ചെന്ന് കണ്ടിട്ട് ശരിക്കും നിങ്ങളുടെ മകൻ എവിടെയാണെന്നും അവൻ എന്തിനാണ് എന്റെ ഒന്നും അറിയാത്ത മകനെ പറ്റിച്ചു പോയതെന്നും അതിന്റെ കോമ്പൻസേഷനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ലേഡി ആകട്ടെ എല്ലാ കുറ്റവും നമ്മുടെ ഉൺമിയോങ്ങിന്റെ ആണെന്ന് പറഞ്ഞു അവനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഏസൻ ഇപ്പൊ ദേഷ്യം വന്നിട്ട് ആദ്യമായിട്ട് അവളുടെ കൺട്രോളൊക്കെ പോയിട്ട് അവൾ വളരെയധികം ദേഷ്യപ്പെട്ട് ആ ഒരു ലേഡീനെ ഇപ്പൊ ഉപദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് ഉൺമിയോങ്ങിനെ പറ്റിച്ചു പോയ ആ ഒരു ഫ്രണ്ട് ഒരു പക്ഷെ അവനെ പറ്റിച്ച് കിട്ടിയിട്ടുള്ള ആ ഒരു പൈസ കൊണ്ടായിരിക്കാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടിവിയും ഒരു ഗോൾഡിന്റെ മോതിരമൊക്കെ എടുത്തിട്ട് ഏസൻ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇതേ സമയത്ത് ഗ്വൻസിക്ക് ആകട്ടെ ജയിലിൽ കിടക്കുന്ന തന്റെ മകനെ ഇറക്കാനായിട്ട് ലക്ഷങ്ങൾ കടം വാങ്ങിക്കാനായിട്ട് ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് ഇത്രയും വയസ്സായിട്ടിരിക്കുമ്പോൾ പോലും ഒരു സമാധാനം പോലും ഇല്ലാതെ കൈ കൂപ്പുന്നത് കാണേണ്ടി വരുമ്പോൾ നമുക്ക് തന്നെ എന്തോ വിഷമമാവും. അങ്ങനെ പിന്നീട് എവിടെ നിന്നും ചോദിച്ചിട്ട് പൈസ കിട്ടാത്തതുകൊണ്ട് അവരുടെ ഏക ഒരു അസറ്റും അവന്റെ ആദ്യത്തെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ള ഒരു സ്വത്തായിട്ടുള്ള ആ ഒരു ബോട്ടും അവൻ വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു ബോട്ടിൽ അവരുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസും ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും തന്റെ മകന് വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിനെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് ആ ഒരു പാവം അച്ഛൻ തയ്യാറായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ആ ഒരു ബോട്ട് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് അവരെങ്ങനെയൊക്കെയോ ഉൺമിയോങ്ങിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്റെ ഏക സ്വത്തായിട്ടുള്ള ഒരു ബോട്ട് വിറ്റിട്ടാണ് ഗ്വൻസിക്ക് അവനെ ജയിലിൽ നിന്ന് ഇറക്കിയതെന്ന് ഉൺമിയോങ് അറിയുമ്പോൾ അത് കേട്ട് അവന് വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട്. മാത്രമല്ല അവൻ തന്റെ പാരന്റ്സിനോട് അങ്ങനെ പറഞ്ഞ് അവരെ ഹേർട്ട് ചെയ്തതിന്റെ ആ ഒരു ഗിൽട്ടും ഇപ്പൊ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഏസൻ ഇപ്പൊ അവന്റെ അടുത്ത് ഗ്വൻസിക്ക് അവനെ ഒന്ന് മെച്ചൂർഡ് ആവുന്ന മുമ്പ് തന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കടലിലേക്ക് പോയി തുടങ്ങിയതാണെന്നും ഇന്ന് മുതൽ ഇന്ന് വരെ അവൻ കണ്ടിന്യൂസ് ആയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരു ദിവസം പോലും ഒന്ന് മര്യാദയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും അവൻ വീട്ടിൽ ഇരുന്നിട്ടില്ലെന്നും ഇതെല്ലാം അവൻ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ആയിട്ടാണെന്നും അവർക്ക് മ്യങ്ങിനോട് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫേവറസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂടാതെ വൻസിക്കിനെ സഹായിക്കാനായിട്ട് അവന് പറ്റിയില്ലെങ്കിലും ഇതുപോലെ വാക്കുകൾ പറഞ്ഞ് അവനെ ഹേർട്ട് ചെയ്യരുതെന്നും ഏസൻ ഇപ്പോൾ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആകെ വരുമാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടും കൂടി പോയതോടെ ലാസ്റ്റ് ഒരു പോയിന്റ് ആവണമെന്ന് ആഗ്രഹിച്ച ഏസൻ ഇപ്പോൾ ഫിഷ് മാർക്കറ്റിൽ മീനുകളെല്ലാം വിൽക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്വൻസിക്ക് അവിടേക്ക് ഇതിനെല്ലാം ഡെലിവറി ചെയ്യുന്ന ഒരു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അന്നത്തെ കച്ചവടമൊക്കെ ശേഷം രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന നേരം ഗ്വൻസിക്കിനിപ്പോ തന്നെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഏസണിന്റെ ഇപ്പോൾ അവളുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റാതെ ഇത്രയും വയസ്സായിട്ട് പോലും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നതെന്നൊക്കെ പറഞ്ഞു നീ ശരിക്കും ഏതെങ്കിലും റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് നിന്റെ ആഗ്രഹം പോലെ ഈ പോയംസ് ഒക്കെ എഴുതി സിയോളില് ആ ഒരു സിറ്റിയിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഗ്വൻസിക്ക് ഇപ്പൊ ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ തനിക്ക് ഒരിക്കലും കൂടി ബാക്കിലേക്ക് പോയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും അവൾ ഗ്വൻസിക്കിനെ തന്നെ ചൂസ് ചെയ്യുമായിരുന്നുള്ളൂ എന്നും കാര്യം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോവേണ്ടി വന്നാലും അവളുടെ ഒപ്പം കട്ടയ്ക്ക് തന്നെ നിൽക്കുന്ന ഗ്വൻസിക്കിനെ കിട്ടിയതാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അതിൽ കൂടുതലൊന്നും തനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ ഏസൻ ഗ്വൻസിക്കിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടും സ്നേഹവും ഒക്കെ മാറാതെ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നത് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അങ്ങനെയായിരിക്കും ഒരു ദിവസം ഉൺമിയോങ്ങിന്റെ ഭാര്യ വന്നിട്ട് ഗ്വൻസിക്കിന്റെ അടുത്ത് താനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നും ഉൺമിയോങ് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അച്ഛൻ അറിയില്ലല്ലോ എന്നും അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഉൺമിയോങ് ഇപ്പൊ 2-3 ദിവസമായിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്തിനാണെന്ന് അവരുടെ അടുത്ത് പറയുന്നത്. കാര്യം ഉൺമിയോങ്ങിന് ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവനിപ്പോൾ രാത്രിയിൽ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ട് റൈസ് കേക്കുകളൊക്കെ വിൽക്കുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇതുപോലെ എല്ലാം വിൽക്കുന്ന ഒരു ജോലിയൊക്കെ ചെയ്ത് ആകെ ടയേർഡായിട്ട് കയറി വരുന്നത് അവന്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും തന്റെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇപ്പൊ ഗ്വൻസിക്കിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും നോക്കേണ്ടതും ഉൺമിയോങ് തന്നെയാണെന്നും അതിനുവേണ്ടി കുറച്ചൊക്കെ അവൻ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരുമെന്നും പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ നേരെയാവെന്നും പറഞ്ഞ് ഇപ്പൊ അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ കാര്യം അവൻ അങ്ങനെ അവളോട് പറഞ്ഞെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തന്റെ മകൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് അവൻ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉൺമിയോങ് ഒരു പൊതി പണം അവരുടെ ടേബിൾമേ വെച്ചിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരും കൂടി അവൻ എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കാനാണ് പോകുന്നതെന്ന് വിചാരിച്ച് ആകെ ടെൻഷനായിട്ട് അവന് വേണ്ടി അന്വേഷിക്കുമ്പോൾ അവൻ ഏതോ ഒരു ഷിപ്പിൽ കയറി പോവാൻ നിൽക്കുകയാണെന്ന് അവര് അറിയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏസൺ ഒരു കടലിന് സൈഡിൽ കൂടി തന്റെ രണ്ടാമത്തെ മകനെ അന്വേഷിച്ച് ഓടുമ്പോൾ അവരുടെ മൂന്നാമത്തെ മകനായിട്ടുള്ള ഡൊങ് മരിച്ച ആ ഒരു ഓർമ്മയൊക്കെ ഈ പേസിന്റെ ഉള്ളിലേക്ക് വന്ന് അവൾ ആകെ പാനിക് ആകുന്നുണ്ട്. ഗ്വൻസിക്ക് ആകട്ടെ ഇപ്പോൾ അവളുടെ പരിചയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഷിപ്പുകാരനെ വിളിച്ചിട്ട് ഓൾറെഡി പുറപ്പെട്ട ആ ഒരു ഷിപ്പിനെ ദയവ് ചെയ്ത് തിരിച്ച് വരുത്താനും അതിനുവേണ്ട ഫ്യൂവലിനായിട്ട് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തന്റെ മകനെ ഇവിടെ ഇറക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇതേ സമയത്ത് തന്നെ ബൂ വന്നിട്ട് ആ
ഒരു ഷിപ്പിൽ തന്റെ മരുമകൻ ഉണ്ടെന്നും അവനെ നിങ്ങൾ ഇവിടേക്ക് ഇറക്കുകയാണെങ്കിൽ ഇരട്ടി പൈസ തരാമെന്നും പറയുമ്പോൾ ആ ഒരു ബോട്ട് ഓണർ തിരിച്ചു വന്ന് അവനെ ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഗ്വൻസിക്ക് ഓടിപ്പോയിട്ട് ഊൺമിയോങ്ങിനെ പിടിച്ചിട്ട് അവനിപ്പോ ആ ഒരു ഷിപ്പിൽ കയറിയിട്ട് ഡീപ് സീയിലേക്ക് ചെന്ന് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയതുകൊണ്ട് അവനിപ്പോ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. ആ ഒരു ഡീപ് സീയിൽ വെച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും പറ്റാമെന്നും നീ മുങ്ങി പോവാമെന്നും ഓർ നീ ഫിഷിങ് ചെയ്യുമ്പോൾ നിന്റെ കൈ വരെ മുറിഞ്ഞു പോകാന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഗ്വൻസിക്കും ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് തന്നെയല്ലേ ഇത്രയും നാളെ വർക്ക് ചെയ്തേന്ന് ഊണിയോങ് അവന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുമ്പോൾ തന്റെ ഫാമിലിക്ക് വേണ്ടി ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്ന ഒരു ഗ്വൻസിക്കിന്റെ ആ ഒരു ക്യാരക്ടർ അവിടെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇങ്ങനെ ഒരു റിസ്കിന് ഒരിക്കലും ഇനി നീ പോകരുതെന്ന് പറഞ്ഞ് ഗ്വൻസിക്ക് ഇപ്പൊ അവനെ ചീത്ത പറയുമ്പോൾ ഏസനും ഇനി തന്റെ ഒരു മകനെ കൂടി തനിക്ക് നഷ്ടപ്പെടാൻ വയ്യെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഏസന്റെ കയ്യിൽ നിന്നും ഊൺമിയോങ്ങിന് ഇപ്പൊ കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് താൻ എന്തിനാണ് ഈ ഒരു ജോലിക്ക് പോയതെന്ന് അവനിപ്പോ പറയുന്നുണ്ട്. കാരണം അവന് ഇതിനു മുമ്പ് രാത്രി ആ ഒരു റൈസ് കേക്കുകളൊക്കെ വിൽക്കാനായിട്ട് പോരുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവന്റെ കയ്യിൽ നിന്ന് ഈ റൈസ് കേക്കുകളൊക്കെ വാങ്ങിച്ചിട്ട് ഗ്വൻസിക്കിനോട് നന്നായി പെരുമാറണം, അവന് വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും ഇത് തന്നെ ഇവന്റെ അടുത്ത് പറയുന്ന കാരണം ഇവന് എന്തൊക്കെ സംശയങ്ങൾ തോന്നിയിട്ട് എല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഒരിക്കല് ഗ്വൻസിക്കും അവന്റെ അമ്മായച്ചനായിട്ടുള്ള ഭൂവും കൂടിയിട്ട് ഒരു ദിവസം ഭൂവിനെ അവന്റെ പേരക്കുട്ടിയെ കാണിക്കാനായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഊൺമിയോങ്ങിനെ പറ്റി സംസാരിച്ച് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗ്വൻസിക്ക് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയൊക്കെ ഭൂവിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഭൂവിനോട് അത് ഒരു കസ്റ്റമേഴ്സിനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ഒരു പൈസ കൊണ്ട് തന്നെ റൈസ് കേക്കുകളെല്ലാം വാങ്ങിച്ച് അവനെ സഹായിക്കാനായിട്ട് ഇപ്പൊ ഗ്വൻസിക്ക് ഭൂവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭൂ കൊണ്ടുവന്ന് കൊടുത്ത അതേ പൈസ കൊണ്ടാണ് അവരെല്ലാവരും ആ ഒരു റൈസ് കേക്കുകൾ വാങ്ങിച്ചിട്ട് ഊൺമിയോങ്ങിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തനിക്ക് വേണ്ടി തന്റെ അച്ഛൻ വീണ്ടും വീണ്ടും ഈ ഒരു പൈസ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാതെയാണ് അവരെങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ച് എത്ര റിസ്കി ആയാലും കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവൻ ആ ഒരു ബോട്ടിൽ കയറിയിട്ട് ഡീപ് സീയിലേക്ക് പോവാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇതും കൂടി കേൾക്കുന്ന ഈസനാകട്ടെ താൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്നും പണ്ട് ചെറുപ്പത്തിൽ മുതൽ അവള് മ്യങ്ങിനോട് ഒരു ഫേവറിസം കൂടുതൽ കാട്ടിയിട്ട് ഊൺമിയോങ്ങിനെ ഹേർട്ട് ചെയ്തതുകൊണ്ടാണ് വലുതാവുമ്പോൾ അവൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിലായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ഫാമിലിയിൽ വന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ അവളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഇന്നത്തെ പോലെ ഗ്വൻസിക്ക് ഇപ്പൊ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സേഫായിട്ട് തന്നെ അവരവരുടെ മകനെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് പിറ്റേ ദിവസം ഗ്വൻസിക്ക് തന്നെ അവന് ഒരു ഫിഷിങ്ങിന്റെ ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ന്യൂ ഇയർ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ വർഷം 2020 കടക്കുമ്പോൾ കഴിഞ്ഞ 50 മീതെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ഗ്വൻസിക്കും ഏസനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവര് ഇതിനിടയിലൊക്കെ സമയം കണ്ടുപിടിച്ച് പരസ്പരം സ്നേഹിക്കുകയും എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും ഒരു ദിവസം ഗ്വൻസിക്കിന്റെ മുത്തശ്ശി വന്ന് ഏസിന്റെ അടുത്ത് അവൾക്ക് ഇപ്പോഴും പോയംസ് ഒക്കെ എഴുതി കൂടെയെന്നും ഈ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വലുതാകുമ്പോൾ ഒരു പോയിറ്റ് ആവണം എന്നുള്ള നിന്റെ ആഗ്രഹം സാധിക്കാത്തതിന്റെ വിഷമം നിനക്കുണ്ടെന്ന് എനിക്കറിയാമെന്നും പക്ഷെ നിന്റെ കഴിവ് നീ തന്നെ വേണം പുറത്തേക്ക് കൊണ്ടുവരാനെന്നും ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല നിന്റെ കവിതകളൊക്കെ നീ എഴുതാനും പറയുമ്പോൾ അത് കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഏസനും അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവളുടെ പോയംസ് എഴുതാനായിട്ട് റെഡി ആകുന്നുണ്ട്. അങ്ങനെ പുതിയൊരു മില്ലേനിയം ആയിട്ടുള്ള ഇയർ 2000 അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏസനും അവളുടെ എക്കാലത്തെയും ആഗ്രഹമായിട്ടുള്ള ഒരു പോയംസ് എഴുതുക എന്നത് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതേസമയം ഗ്വൻസിക്ക് ആകട്ടെ എന്റെ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ വന്ന ഒരു ഓപ്പോസിറ്റ് ആളാകട്ടെ ഇത് ഇത്തിരി റിസ്കി ആയാലും എന്റെ ഭാര്യയും ഫാമിലിയും പറ്റിയിട്ടൊക്കെ ആലോചിച്ച് അവരെ പറ്റി ചിന്തിച്ച് ഇത് സൈൻ ചെയ്തോളാനും അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു ഉപകാരമാവുമെന്നും ഒരു അസറ്റ് ആവുമെന്നും പറയുമ്പോൾ ഗ്വൻസിക്ക് എന്തോ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് അങ്ങനെ പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ അവരുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരും വ്യക്തമായിട്ട് ഓരോരോ തീരുമാനങ്ങളും റിസ്കുകളും എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ ഇനി ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ അതോ വീണ്ടും പഴയതിൽ മോശമായിട്ടാണോ ഇവർ മാറാനിരിക്കുന്നേ എന്ന് ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. സോ ഇനി ആകെ കൂടി 3 എപ്പിസോഡുള്ള കാരണം ഇനി വരുന്ന എല്ലാ സീനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ and bye-bye.